ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ കക്കോടിയിലെ പറമ്പിൽ ബസാർ ഗ്രാമത്തിൽ 14ഓളം ഏക്കറിൽ പരന്നു കിടക്കുന്ന ശാന്തിഗിരി ആശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആനക്കുന്നിലാണ് ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ആശ്രമത്തിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 നിലകളായിട്ടാണ് താമരയുടെ ആകൃതിയിലാണ് ഈ മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ ജാതി മതത്തിൽപ്പെട്ടവർക്കും ഇവിടേക്ക് വരാം. അതാണ് അവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായി പറഞ്ഞത്. മുസ്ലിംസോ ഹിന്ദു ക്രിസ്ത്യൻസ് ആർക്ക് വേണേലും അവിടെ പോകാൻ പറ്റുന്നതാണ്. ഈ ആശ്രമത്തിൽ ഏറ്റവും നല്ലൊരു വൈബ് സമയം നിറഞ്ഞത് വൈകുന്നേരം തന്നെയാണ്. വെയിലും കാര്യങ്ങളും ഇല്ലാതെ രാത്രിയുള്ള കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചിരിക്കുന്ന ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ വൈകുന്നേരത്തെ പ്രാർത്ഥനയോടുകൂടി ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ഭംഗി വേറെ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ആശ്രമത്തിൽ നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിനാണ് ഇവിടെ പൂജിക്കുന്നത്. ഇതേപോലെ വിവിധ സ്ഥലങ്ങളിൽ ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തും ഇതേപോലെ ഒന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 22 കിലോമീറ്റർ അകലെ പോത്തൻകോടാണ് 1969 നവജ്യോതി ശ്രീ കരുണാകര ഗുരു സ്ഥാപിച്ച ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ആശ്രമത്തിന് മുന്നിലെ പർണശാലയുടെ നിർമ്മാണം ആരംഭിച്ച് 2001 സെപ്റ്റംബറിലാണ്. ശാന്തിഗിരി ആശ്രമത്തിൽ വെള്ളത്താമരയുടെ ആകൃതിയിൽ പർണശാല ഉയർന്നു നിൽക്കുന്നു. 91 അടി ഉയരവും 84 അടി ചുറ്റളവുമുള്ള ഈ വെണ്ണക്കൽ മന്ദിരം പൂർണ്ണമായ വിടർന്ന താമരയുടെ രൂപത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സൗധമാണ്. വിരിഞ്ഞ താമരയുടെ മാതൃകയിൽ മുകളിലേക്ക് 12 അടി തളുകളും താഴേക്ക് 9 അടി തളുകളും മുകളിലേക്കുള്ള ഇതളിൽ 41 അടി ഉയരവും താഴേക്കുള്ള ഇതളിൽ 31 അടി ഉയരവുമാണ്. പർണശാലയ്ക്കുള്ളിൽ ഗുരു സമാധി കൊള്ളുന്ന സ്ഥലത്ത് തടിയിൽ താമരമുട്ടിന്റെ രൂപത്തിൽ ശരകൂടം നിർമ്മിച്ചിട്ടുണ്ട്. 27 അടി ഉയരവും 21 അടി വ്യാസവുമുള്ള ശരകൂടത്തിന്റെ ഉൾവശത്ത് പിത്തള പതിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കോഴിക്കോടുള്ള ഈ ശാന്തിഗിരി ആശ്രമം ഓപ്പണായിട്ട് ഇപ്പോൾ ഒരു കൊല്ലമേ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നവർക്കറിയാം ഇവിടുത്തെ ഒരു ശാന്തി, ഇവിടുത്തെ ഒരു അവസ്ഥ, കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് 4 ഭാഗത്തും പല തരത്തിലുള്ള വ്യൂകളാണ് കാണാൻ പറ്റുന്നത്. മെഡിക്കൽ കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജ്, ഹൈലൈറ്റ് മാള്, അതേപോലെ തന്നെ വയനാടിൻ്റെ 7ാം വളവ് 9ാം വളവ് അവിടെ നിന്ന് നോക്കിയാലും ശാന്തിഗിരി ആശ്രമം കാണുന്നതാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതൊക്കെ പകൽ ക്ലൈമറ്റിനനുസരിച്ച് പല രീതിയിലായിരിക്കും കാണുക. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഇവിടുത്തെ അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, കൂളായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മൾ സാഡ്, സങ്കടം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു മണിക്കൂറൊക്കെ അവിടെ പോയിരുന്നാൽ മതി, മൊത്തത്തിലൊന്ന് കൂളായിട്ട് നമുക്ക് തിരിച്ചു വരാം. അതാണ് അവിടുത്തെ ഏറ്റവും നല്ലൊരു വൈബായിട്ട് എനിക്ക് ഫീൽ ആയത്. ഇപ്പോൾ പോയവർ അതിനെ പറ്റിയുള്ള കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ശാന്തിഗിരി ആശ്രമത്തിലൊരു സമയക്രമം എന്ന് പറഞ്ഞത് രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. അപ്പോൾ 9 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആർക്കും പ്രവേശനമല്ല, എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതാണ്. 9 മണി വരെ നമുക്ക് അവിടെയൊക്കെ ഇരിക്കാം. അപ്പോൾ നമ്മൾ ശാന്തിഗിരി ആശ്രമത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഫോൺ ഉപയോഗിക്കുന്നതിന് വിലക്കോ ചാർജോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അതിന് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഗുരുവിൻ്റെ മുമ്പിൽ നിന്നിട്ട് നേരെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല. ജസ്റ്റ് മാറി അപ്പുറം നിന്നിട്ട് ഫോട്ടോ എടുക്കാം. ഫോട്ടോസും വീഡിയോസും എടുത്തതിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഇവിടുത്തെ ഒരു മെയിൻ പോസിറ്റീവ് കാര്യമാണ്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ മാക്സിമം എല്ലാവരും ഇവിടെ വന്ന് ആസ്വദിക്കുക. അപ്പോൾ വരുന്നവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ. ഭാവിയിൽ ഇത് ഭയങ്കര തിരക്കുള്ളൊരു ആശ്രമമായി മാറും തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് സൺഡേ സാറ്റർഡേ ദിവസങ്ങളിലൊക്കെ 1500-2500 ആൾക്കാരൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ, വരും ദിവസങ്ങളിലൊക്കെ അതിലും കൂടും. ആൾക്കാർ കേട്ടറിഞ്ഞ് വീഡിയോ കണ്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാണ് അവിടെ വരുന്നത് വൈകുന്നേര സമയങ്ങളിൽ, പകലൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള പുതുപുത്തൻ വീഡിയോസുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ഗുഡ് ബൈ.